ഹായ് മക്കളെ, വർണ്ണിത മിസ് ആണ്. സോ നമ്മുടെ ഓണം എക്സാം ഏകദേശം ഇവിടെ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഡൗട്ട്, മിസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഞങ്ങൾ പഠിക്കണം, ഏതെങ്കിലും ചാപ്റ്റർ ഒഴിവാക്കി വിടാവുന്നതുണ്ടോ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നൊക്കെ ഒരുപാട് നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ് ഉണ്ട്. സോ ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. സോ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 2 യൂണിറ്റ്സ് ആണ് നമുക്ക് പൊതുവെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 2 യൂണിറ്റ്സ് ആണ്. പക്ഷെ ആ 2 യൂണിറ്റ്സിൽ എല്ലാ ലെസൺസിനും ഒരേ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എന്റെ മറുപടി കേട്ടോ. സോ ഫസ്റ്റ് ലെസൺ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, ഇതിന്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷമാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടില്ലെങ്കിൽ കൂടെ തന്നെ ഈ പറയുന്ന ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ആ ലെസൺ ആകുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ ആ ലെസൺ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ദെൻ ദ 7 ഏജസ് ഓഫ് മാൻ, നിങ്ങൾക്ക് വളരെ നല്ലൊരു ശതമാനം എന്താണ് 7 ഏജസ് ഓഫ് മാൻ്റെ അകത്ത് ബേസ് ചെയ്തിട്ട് ഒരു എന്താ പറയുക പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പോമിന്റെ കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് തരും. ആ ലൈൻസ് തന്നിട്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും, നിങ്ങളോട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലെങ്കിൽ ഈ ഒരു പോമിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളെടുത്ത് ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറയും. ഇങ്ങനെ നല്ലൊരു സാധ്യത എന്തായാലും ഈ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ആ ഒരു, അത് പോം അല്ലല്ലേ, നമുക്കറിയാം ഒരു ഡ്രാമയുടെ അകത്തുള്ള ചെറിയൊരു പോർഷൻ ആണ്. സോ അതിൻ്റെ അകത്ത് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചെയ്യാനായിട്ട്. സോ അങ്ങനത്തെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ സ്റ്റേജ് അല്ലെ, പല സ്റ്റേജസ് ഉണ്ടല്ലോ. സോ ഓരോ സ്റ്റേജും നന്നായിട്ട് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇന്ന സ്റ്റേജിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ അതിൻ്റെ അകത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ, ലിറ്റിൽ തിങ്സ് മാറ്റർ, നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ചാപ്റ്റർ ആണല്ലേ ലിറ്റിൽ തിങ്സ് മാറ്റർ. സോ ആ ലെസന്റെ അകത്തുനിന്നും എന്താണ് പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് തന്നെയാണ്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് യൂണിറ്റിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് ഒരു ലെസണും ഇല്ല. എല്ലാ ലെസണും എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല നീറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതിനകത്തൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന ഒരു പോയമാണ്. സോ ഈ പോയമിന്റെ അകത്തുനിന്നും എന്താണ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ആക്ച്വലി അങ്ങനെ അധികം ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. സോ എന്തിനു ചാൻസ് ഉണ്ട്, ചിലപ്പം ഈ വർഷം എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ നമ്മുടെ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറഞ്ഞ പോയമിന്റെ അകത്തുനിന്ന് കുറച്ച് ലൈൻസ് തരും. എന്നിട്ട് ആ ലൈൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ എന്ത് വരാൻ വേണ്ടി പോകുന്നത്, ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടി ചിലപ്പം ചോദിക്കാനൊരു സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ഭയങ്കര കോമഡി ആയിട്ടുള്ള അല്ലെ, നല്ല എന്താ പറയാ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു എക്സെപ്റ്റ് ആണ് അല്ലെ. ഒരാള് എന്താ പറയാ ലോകത്തുള്ള എല്ലാ അസുഖങ്ങളും എനിക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്ന ലെസൺ ആണ് പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. സോ അതിൻ്റെ അകത്തുനിന്നും എന്താ ആ പുള്ളിയുടെ ഒരു ഡയറി എൻട്രി, അല്ലെങ്കിൽ ആ പുള്ളി കെമിസ്റ്റുമായിട്ട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി നടക്കുന്ന അവിടുത്തെ ഒരു കോൺവെർസേഷൻ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം, ഈ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ലെസൻ്റെ അകത്തുനിന്നും പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞ ഒരു ലെസണും കൂടി ഉണ്ട്. പൊതുവെ ആ ലെസൻ്റെ അകത്ത് എന്താണ് ക്വസ്റ്റ്യൻസ് കാണാറില്ല. എനിക്കൊന്നും നമ്മുടെ മലാല യൂസഫ്സൈയുടെ ലെസൺ ആണ് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്. സോ ആ ലെസൻ്റെ അകത്ത് നിന്ന് അങ്ങനെ പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ലെസൺ പഠിക്കേണ്ട കാര്യം വരുന്നില്ല. ഇനിയിപ്പോ സപ്പോസ് നിങ്ങളുടെ സ്കൂളിൽ ആ ചാപ്റ്റർ പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ സ്കൂളിൽ ആ ലെസൺ പഠിപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ അയ്യോ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുമോ, 2 യൂണിറ്റ് ഇല്ലേ എക്സാമിന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് എന്തില്ല, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ അതൊക്കെ പഠിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഓക്കെ പഠിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, മിസ് ഇതൊക്കെ ഞങ്ങള് അല്ലെ ഇനി ആകെ കുറച്ച് സമയമുള്ളൂ, വളരെ കുറച്ച് ദിവസമുള്ളൂ, നിങ്ങൾ വിചാരിക്കും ഓണം എക്സാം എവിടെയോ ആണെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ, വളരെ ഫ്യൂ ഡേയ്സ്, വിരലിലുണ്ടാവുന്ന കുറച്ച്, അല്ലെങ്കിൽ വിരലല്ല എന്തായാലും നമ്മുടെ എന്താ പറയുക, നമുക്ക് ചിന്തിച്ചാൽ തീരാവുന്ന അത്രയും ദിവസങ്ങളെ നമ്മുടെ മുന്നിൽ ഇനി എന്തിനുള്ളൂ, ഓണം എക്സാമിനുള്ളൂ. സോ നിങ്ങൾ ഇപ്പോഴേ ചാപ്റ്റേഴ്സ് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ആൻഡ് ഓൾസോ മക്കളെ, നമ്മുടെ ആപ്പിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബാച്ച് ഇനി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂലൈ 24 അതിന്റെ മുൻപ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ.
എന്താണെന്നറിയോ, നമ്മുടെ ആപ്പിൽ ഇപ്പൊ നമ്മുടെ എല്ലാ ഫസ്റ്റ് ചാപ്റ്റേഴ്സും സബ്ജക്ട്സ് ഏതോ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് ₹1 പോലും അടയ്ക്കാതെ ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. സോ ഓണം എക്സാമിനെ സംബന്ധിച്ച മക്കളെ ഇത് നല്ലൊരു ചാൻസ് ആണ്. ഈ ഒരു ചാൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് മുതലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ A+ ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ഈ A+ ഗ്രൂപ്പിന്റെയും നമ്മുടെ ആപ്പിന്റെ ലിങ്ക്സ് ഒക്കെ താഴെ നമ്മൾ കമന്റ് ബോക്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. സോ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഓണം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് നോട്ടിഫിക്കേഷൻസും ആക്ടിവിറ്റീസും ഒക്കെ എന്താണ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾക്ക് നടക്കുന്നുണ്ടാവും കേട്ടോ. സോ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബാച്ച് എപ്പോഴാണ്, ഇനി ഈ പറയുന്ന 24th ജൂലൈ 24th നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് യെസ്, നമ്മുടെ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനാണെന്നുണ്ടെങ്കിൽ 3799 ആണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിന്റെ പ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൈസിന് ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് മക്കളെ. ഇപ്പൊ നമുക്ക് നമ്മുടെ ബാച്ചിൽ റിവിഷൻസ് ഒക്കെ നല്ല ഇന്റൻസീവ് റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. നല്ല രീതിക്ക് ഈ റിവിഷൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാം ഒക്കെ ഈ അടുത്ത് എത്താനായിട്ടുണ്ട്, എജിപോർട്ടിന്റെ മോഡൽ എക്സാം. സോ ഈ റിവിഷൻസും എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓണം എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്താണ് ഈ വർഷം ഇനി NMMS ഒക്കെ എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ NMMS-നൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ട്രെയിനിങ് നമ്മുടെ എജിപോർട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഈ കഴിഞ്ഞ വർഷം എന്താണ് നമ്മുടെ ഫസ്റ്റ് റാങ്ക് NMMS-നായാലും USS-നായാലും ഫസ്റ്റ് റാങ്ക് ഒക്കെ എവിടെയായിരുന്നു, എജിപോർട്ടിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. സോ ഈ ഒരു ചാൻസ് നിങ്ങൾ നന്നായിട്ട് തന്നെ മുതലാക്കണം. ഉറപ്പായിട്ടും നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് താഴെ ഇനി എന്ത് വീഡിയോസ് ആണ് കൂടുതലായിട്ട് വേണ്ടത്, എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പൊ മിസ് എന്ത് ചെയ്യാം, അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. സോ മക്കളെ, നമ്മുടെ ടൈമിനെ ഒരിക്കലും അല്ലേ നിങ്ങൾ പാഴാക്കേ ചെയ്യരുത്. വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയം നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പർ കിട്ടുമ്പോൾ കരയേണ്ട വരില്ല. നല്ല രീതിക്ക് മാർക്സ് ഒക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ശരി, ഇനി നെക്സ്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ പറയുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇനി ആ വീഡിയോയിൽ കാണാം. ബൈ.